ഒരാൾ ചോദിച്ചാൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ദിവസം 1000 രൂപ വരുമാനം ഉണ്ടാക്കാം എന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടല്ലോ. എന്നെ എത്രയോ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റികൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അവരിങ്ങനെ 1 ലക്ഷം രൂപ ഇട്ട് ഇങ്ങനെ കിട്ടി, ഞാൻ 5 ലക്ഷം രൂപ ഇട്ട് അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ടിൽ കാശ് ഇങ്ങനെ കാണും, വിഡ്രോ ചെയ്യുന്ന ടൈമിൽ കിട്ടത്തില്ല. എന്നിട്ട് അവർ ചെയ്യണ ഈ 6% നമുക്ക് ഫ്രീ ആയിട്ട് തരല്ല, ഇവർ 10% ലോണാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 4% അവരുടെ ലാഭമാണ്. ഈ 4% ബാങ്ക് റൺ ചെയ്യണം, ബാങ്കിൻ്റെ റെൻറ്റ് കൊടുക്കണം, ബാങ്കിൻ്റെ എംപ്ലോയീസിൻ്റെ സാലറി കൊടുക്കണം. നമ്മുടെ ദുർബലത നിമിഷത്തിൽ നമ്മൾ പെട്ടുപോകും. മനുഷ്യന് പണത്തോടുള്ള ഒരു ആർത്തിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്യുന്നത്. ആർത്തിയും ഗതികേടും ഉണ്ട്. എൻ്റെ കഷ്ടപ്പാട് മാറൂലെന്ന് വെച്ചിട്ട് ഇവൻ കൊണ്ടുപോയിട്ട് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ ഈ ആർത്തി മാത്രം പറഞ്ഞാൽ പോരെ ഇതിൽ. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വളരെ വളരെ സന്തോഷം. നമ്മളുടെ പോഡ്കാസ്റ്റ് യൂട്യൂബ് ചാനലിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ആദ്യമായിട്ട് ഒരു നന്ദി പറയുകയാണ്. കാരണം നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ കുറച്ചുകൂടെ ഒരു വേറെ ടൈപ്പ് ഓഫ് ഒരു ഓഡിയൻസിനെ എക്സ്പെക്റ്റ് ചെയ്താണ് നമ്മൾ ഈ സാധനം ചെയ്യുന്നത്. ബിസിനസ്, ഫിനാൻസ്, അതുപോലെ തന്നെ സെയിൽസ് ഇംപ്രൂവ്മെൻറ്റ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വളരെ വളരെ സന്തോഷം. കാരണം നമ്മൾ തമ്മിലുള്ള ഈ ഡിസ്കഷൻ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മളെ ആളുകളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാശാണല്ലോ. എന്തിനും കാശ് വേണം. അതില്ലാതെ കാര്യം മുന്നോട്ട് പോകില്ല. എന്ത് ഡയലോഗ് അടിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരു ഇൻഫർമേഷൻ എന്ന രൂപത്തിൽ ചോദിക്കാം. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 1000 രൂപ വെച്ച് റിട്ടേൺസ് കിട്ടുമെന്ന് ഞാനതിൻ്റെ അകത്തൊരു നമ്മുടെ താഴെ വന്നൊരു ക്വസ്റ്റ്യൻ ആട്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഒരാൾ ചോദിച്ചാൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ദിവസം 1000 രൂപ വരുമാനം ഉണ്ടാക്കാം എന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടല്ലോ. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ അല്ല, നിങ്ങൾ കേട്ടിട്ടില്ല? അങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മൾ അതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പോസിബിൾ ആണോ? അത് സത്യത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി. 1000 രൂപ എന്ന് വെച്ചാൽ 365 ദിവസമുണ്ട് ഒരു കൊല്ലത്തിൽ. അപ്പോൾ 3,65,000 രൂപ ഹോളിഡേ കൂട്ടാണ്ട് കിട്ടി. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ട്രേഡിംഗ് ഡേയ്സിൽ മാത്രം കൂട്ടുള്ളൂ എന്ന് വിചാരിക്കും. ട്രേഡിംഗ് അല്ല, ഈ വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 250 ദിവസത്തോളം ഉണ്ട്. അപ്പം അതിനർത്ഥം 2,50,000 രൂപ 1 ലക്ഷം ഇട്ടാൽ ഒരു വർഷത്തിൽ കിട്ടുന്നു എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ എന്ത് റിട്ടേൺ അത് എവിടെ നിർത്തി എങ്ങനെ കിട്ടാനായി പറഞ്ഞത്? ഞാൻ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യല്ലേ. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഇബാദ് എനിക്കൊരു പൈസ തന്നു. അത് ഇപ്പം ഞാനൊരു ബിസിനസ് നടത്തിയാണ്. ഇബാദ് പറഞ്ഞ് നിഖിൽ ഇത് പിടിച്ചോ, എനിക്ക് ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ലാഭത്തിനൊരു ഭാഗം തന്നാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇബാദിനോട് പറഞ്ഞു, ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ലാഭം തരാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര ശതമാനം റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും? ഞാനിപ്പോൾ അത്ര ടേൺ ഓവറുള്ള ബിസിനസ് ആണെങ്കിൽ ശരി, മാക്സിമം എൻ്റെ എംപ്ലോയീസിനെ എല്ലാത്തിനെയും വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത്ര എടുക്കാണ്ട് 100% റിട്ടേൺ ഉണ്ടാക്കി നോക്കി. അതിൽ എനിക്കിപ്പോൾ ഒരു 50% എനിക്കതിൽ എംപ്ലോയീസിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പം എൻ്റെ എക്സ്പെൻസ് ഒക്കെ എന്തെങ്കിലുമായിട്ട്. പിന്നെ ഇനി അല്ലെങ്കിൽ എനിക്ക് ഞാൻ എടുക്കുന്ന എഫേർട്ട് എനിക്കൊരു പൈസ ഇട്ടട്ടെ. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് ബാക്കി 50% ആക്ച്വൽ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ അത് തന്നെ മാരക റിട്ടേൺ ആണ് ഏതൊരു ബിസിനസ്സുകാരൻ്റെ ആയാലും. അപ്പോൾ ഈ റിട്ടേൺ മൊത്തം ഞാൻ ഇൻവെസ്റ്റർക്ക് തരണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് നടത്തുന്നതിൽ എന്താ സെൻസ് ഉള്ളത്? ഒരു സെൻസും ഇല്ല. അപ്പോൾ 1 ലക്ഷത്തിന് 2,50,000 രൂപ ഇതേമാതിരി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒട്ടും നടക്കാൻ പോകാത്ത കേസാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ പൈസ വാങ്ങുന്ന ആൾക്കാർക്കും അറിയാൻ നടക്കില്ല എന്നുള്ളത്, മിക്ക സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആൾക്കാർക്കും അറിയാൻ നടക്കില്ല എന്നുള്ളത്. പിന്നെ ഒരു ഗാംബ്ലിംഗ് ആണ് ഇത്. ഗാംബ്ലിംഗ് ശരിക്കും ഗാംബ്ലിംഗ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ നടക്കുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാങ്കിലൊക്കെ നടക്കുന്നത് FD ഇടും, 6% എടുക്കും. എന്നിട്ട് അവർ ചെയ്യണ ഈ 6% നമുക്ക് ഫ്രീ ആയിട്ട് തരല്ല, ഇവർ 10% ലോണാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 4% അവരുടെ ലാഭമാണ്. ഈ 4% ബാങ്ക് റൺ ചെയ്യണം, ബാങ്കിൻ്റെ റെൻറ്റ് കൊടുക്കണം, ബാങ്കിൻ്റെ എംപ്ലോയീസിൻ്റെ സാലറി കൊടുക്കണം. ഇതെല്ലാം ആ 4% ഗ്യാപ്പിൽ അവർക്ക് കിട്ടുന്ന ലാഭം. നമ്മൾ FD ഇട്ടാൽ നമുക്ക് 6% തരും. അപ്പോൾ അത് 6% തരുമെന്ന് പറഞ്ഞാൽ അവർക്ക് ആകെയുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുമ്പോൾ വരുമാനമുള്ളത് ബാങ്കിനുള്ള വരുമാനം. ആ വരുമാനം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബാങ്കിൽ നടക്കുന്നത്. ഒരു ബിസിനസ്സിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പൈസ വാങ്ങിയിട്ട്, ഇപ്പോൾ ഞാനൊരു ജ്വല്ലർ അടഞ്ഞായിരിക്കും, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇപ്പോൾ ജ്വല്ലറിലൊക്കെ ഞാൻ പൈസ വാങ്ങിയിട്ട് ഞാൻ ഗോൾഡ് വാങ്ങും, എന്നിട്ട് ഗോൾഡ് വിൽക്കും. ഇപ്പോൾ ചിലപ്പോൾ ഒരു കൊല്ലത്തിനിടെ ചിലപ്പോൾ ഞാൻ ഗോൾഡ് വാങ്ങിയും വിൽക്കണം, ചിലപ്പോൾ ഒരു 10 പ്രാവശ്യം വാങ്ങി വിൽക്കുകയും ചെയ്യും. അതെൻ്റെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ വരുത്തുന്നതാണ് എൻ്റെ കഴിവ്. ഇതിനാണ് എനിക്കുണ്ടാവുന്ന ലാഭം എന്ന് പറഞ്ഞാൽ അത് ബിസിനസ്സുകാരൻ്റെ കഴിവ്. അതൊക്കെ. പക്ഷെ എന്ന് പറഞ്ഞിട്ട്
1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 ടൈംസ് ലാഭം ഉണ്ടാക്കാനായിട്ട് ഒട്ടുമിക്ക ബിസിനസ്സുകാർക്കും പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ബിസിനസ്സുകാരൻ ആ ഒരു ഐഡിയയിൽ പൈസ കളക്ട് ചെയ്യാൻ നോക്കണമെങ്കിൽ ദയവായി ചെയ്യല്ലേ. കാരണം വെച്ചാൽ നിങ്ങൾ ഈ കൊറോണ പോലത്തെ ഒരു 2 മാസം ഒഴിവായി കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ ഇങ്ങനെ പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ പെട്ടുപോകും. ഇനി പൈസ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനത്തെ ഒരു മാരക റിട്ടേൺ കിട്ടാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഇത് എന്ത് പറഞ്ഞാലും ഈ ബിസിനസ് പൊട്ടാൻ പോണ ബിസിനസ്സാണ്. പൊട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനിപ്പോൾ 1000 രൂപ വെച്ച് റിട്ടേൺ കിട്ടുന്ന എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പൊട്ടും ഈ സാധനം. ഏതെങ്കിലും ഒരു സമയത്ത് പൊട്ടും. ഇത് പിന്നെ ഒട്ടും റെഗുലേറ്റഡ് അല്ല ഈ ബിസിനസ് ഒന്നും. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പൈസ നമ്മൾ ഇത്രയും കാശ്, ഇത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ 1 ലക്ഷം രൂപ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ലാഭം വന്നില്ലെങ്കിൽ ആൾക്കാർക്ക് ഈ 1000 രൂപ വെച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 1000 രൂപ കാണുമ്പോൾ അടുത്ത ആൾ പറഞ്ഞു 1 ലക്ഷം ഇട്ട് ഞാൻ 5 ലക്ഷം ഇടാന്ന് പറയും. പിന്നെ എന്നെ എത്രയോ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റികൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അവരിങ്ങനെ 1 ലക്ഷം രൂപ ഇട്ട് ഇങ്ങനെ കിട്ടി, ഞാൻ 5 ലക്ഷം രൂപ ഇട്ട് അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ 2-3 മാസമായിട്ട് മുടങ്ങിയിരിക്കുന്നു, ഇനി വല്ല വകുപ്പുണ്ട് അവരെന്ന് കിട്ടാനായിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെന്ന് വെച്ചാൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ്. അപ്പോൾ വളരെ നല്ല പോസ്റ്റിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിക്കണത് സാറിന് അറിയില്ല ഇത് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ സാറ് പറഞ്ഞു ശരിയാണ്, പക്ഷേ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു വിശ്വാസം വന്നു എന്ന് പറഞ്ഞു. കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴെങ്കിൽ അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അത് കൊടുക്കും. അത് അവരുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഇപ്പോൾ ചില ടൈമിലൊക്കെ ചില ട്രേഡിങ്ങിലൊക്കെ അക്കൗണ്ടിൽ കാശ് ഇങ്ങനെ കാണും, വിഡ്രോ ചെയ്യുന്ന ടൈമിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഈ പൈസ 1 ലക്ഷം ഇട്ടു, അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ കാണുന്നത് 2 ലക്ഷമായിട്ട് കാണും, 3 ലക്ഷമായിട്ട്, അപ്പോൾ നമ്മൾ 5 ലക്ഷം ഇട്ട് അത് പിന്നെ 15 ലക്ഷമായിട്ട് കാണും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാൽ കാശ് ഇങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യാൻ അത് പേ ഔട്ട് അടിക്കാനായിട്ട് നിങ്ങൾ നോക്ക്, കിട്ടില്ല പൈസ. ചിലപ്പോൾ ചെറിയ പൈസ ഉള്ളപ്പോൾ പേ ഔട്ട് ചോദിക്കുമ്പോൾ അവർ തരും. പക്ഷെ നിങ്ങളൊരു വലിയ കാശ് ഇട്ട് കഴിഞ്ഞാൽ പേ ഔട്ടിൻ്റെ അവസരം വരുമ്പോൾ ഡിലേ ആയി പിന്നെ പൈസയും കിട്ടത്തില്ല. ഇത് പല ആൾക്കാർക്കും പറ്റും. ദയവ് ചെയ്തിട്ട് ഒരിക്കലും ഏത് റിട്ടേണും ഒരു 6% ആണ് പ്രോമിസ് റിട്ടേൺ. അതെന്ന് പറഞ്ഞാൽ SBI നിന്ന് കിട്ടുന്ന FD റിട്ടേൺ ആണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു വാക്കാൽ നമുക്ക് വിശ്വസിക്കാവുന്ന റിട്ടേൺ. ഇനി FD തന്നെ ഒരു 10%, 12% ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ പേടി തുടങ്ങണം. പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വന്നിട്ട് ഒരു എക്സ്പെക്ടേഷൻ വെക്കേണ്ടത് ലോങ് ടൈമിൽ ഒരു 10%. ഇതാണ് ശരിക്കും പറഞ്ഞാൽ റെഗുലേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നിയമപരമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ. അതിനേക്കാളും കൂടുതൽ ഏത് റിട്ടേൺ ഉണ്ടെങ്കിലും അതിൽ റിസ്ക് ഉണ്ട്. അപ്പം എസ്പെഷ്യലി ഒരു ലോജിക്കലി ചിന്തിക്കണം. ഒരു 20% കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഒരു ഏതെങ്കിലും രീതിയിൽ നമുക്കിത് ഒരു 12%-നേക്കാളും കൂടുതൽ ഗ്യാരണ്ടീഡ് റിട്ടേൺ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യരുത് ഗ്യാരണ്ടീഡ് ആണെങ്കിൽ. ഇനി അതല്ല, ഒരു സ്റ്റോക്ക് മാർക്കറ്റൊക്കെ പോലെ 20%, 15% കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അതിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 20%-നേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ഒരു റിട്ടേൺ ആണെങ്കിലും അതിലും പോകരുത്. കാരണം കൂടുതൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കാനുള്ള സുഖം മാത്രമേ ഉള്ളൂ. അപ്പം ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ഈ 1 ലക്ഷത്തിന് 1000 രൂപ എന്ന് പറഞ്ഞ സ്കീമിനെ കുറിച്ചിട്ട് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് അതിൽ പോകല്ലേ എന്നുള്ളത്. പിന്നെ എന്നെ പോലത്തെ ഒരാൾക്ക് പറയണതാണ്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പൈസ പോകുന്നു എന്ന മെൻറ്റാലിറ്റിയിൽ ഇട്ടോളാനായിട്ട് എനിക്ക് മാന്യമായിട്ട് പറയേണ്ടി വരും. അത് ഞാൻ ആരോടും ഇടാനല്ല പറയണത്, പോകുന്ന മെൻറ്റാലിറ്റി. ചില ആൾക്കാർ എൻ്റെ കാശ് പോയാലും കുഴപ്പമില്ല, കാശ് ഉണ്ടാക്കണം എന്നൊരു ഗ്രീഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, അവർ കാശ് കൊണ്ടുവിടും. അപ്പം അവരോട് ഇപ്പോൾ എനിക്ക് ബാധനോട് പറയാൻ പറ്റും, ഇട്ടുപോകരുതെന്ന് എനിക്ക് ബാധനോട് പറയാനുള്ള അവകാശമില്ല. എനിക്ക് മാന്യമായിട്ട് ബാധനോട് പറഞ്ഞ കാര്യം വെച്ചാൽ അത് വേണോ, അത് കിട്ടാൻ ചാൻസ് ഇല്ല ബാധ എന്ന് പറയാൻ എനിക്ക് എത്ര സുഹൃത്താണെങ്കിലും എനിക്ക് പറയാനുള്ള അവകാശമുള്ളൂ. ശരിയാ. ഇപ്പൊ അത് പറഞ്ഞാൽ എൻ്റെ കാശ് എനിക്ക് അയാളെ ഭയങ്കര എൻ്റെ അയലോക്കത്തെ ആളാണ്, എനിക്ക് ചെറുപ്പത്തിലെ തുടങ്ങിയ ആളാണ്. ഇപ്പൊ ചില ടീച്ചേഴ്സിന്റെ ഇടയിലൊക്കെ ഏതെങ്കിലും ഒരുത്തരുണ്ടാവും, ഇവൻ ഈ കമ്മീഷൻ വേണ്ടിയിട്ട് എല്ലാ ടീച്ചേഴ്സിനെയും, എത്രയോ സ്കൂളുകളിൽ അങ്ങനെ ടീച്ചേഴ്സിന്റെ പൈസ പിരിച്ചു പോയിട്ടുണ്ടെന്ന് അറിയോ? ഒരുത്തൻ്റെ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പണി ചെയ്തിട്ട് ഇത് പറയണമെന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട്. ഈ ആൾക്കാർ പെട്ടുപോണതിൻ്റെ ഒരു വിഷയം പറഞ്ഞാൽ ഇതിലാകെ ഒരു കാര്യത്തിലേ ഉള്ളൂ, ഒരു മനുഷ്യന് ആർത്തിക്ക് യാതൊരുവിധ പരിധിയില്ല. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ദുർബല നിമിഷത്തിൽ നമ്മൾ പെട്ടുപോകും. പ്രത്യേകിച്ച് നമുക്ക് കാശിനും കൂടി ആവശ്യമുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം പറയുമ്പോൾ വിചാരിക്കും ചിലപ്പോൾ എനിക്കൊരു 3 മാസം കിട്ടിയാൽ പോരെ 1 ലക്ഷം എൻ്റെ മുതൽ തിരിച്ചു വരുമല്ലോ. അപ്പോൾ ഈ 3 മാസത്തിൽ ഇങ്ങനെ നിന്ന് പോകുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും, അതിൻ്റെ പേരിൽ കൊണ്ടിടും. അപ്പോൾ എനിക്ക് ഇനിയും ഇത്രയും പറയാനുള്ളൂ, അങ്ങനത്തെ പൈസ ദയവ് ചെയ്തിടരുത്.
എന്നാലും എൻ്റെ മാന്യതയുടെ പേര് ഞാൻ പറയുന്നു, നിങ്ങളുടെ അടുത്ത് 1 കോടി രൂപ ഉണ്ടെങ്കിൽ 1 ലക്ഷം കൊണ്ട് കിട്ടുമോ? 1 കോടി രൂപ പഠിക്കാൻ? പഠിക്കാനല്ല, പോണെന്നും പറഞ്ഞു പോയാലും 1 ലക്ഷം രൂപയിൽ 1 കോടിയിൽ 1 ലക്ഷം രൂപയിലേ പോവുള്ളൂ. അങ്ങനെ അല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പോകുന്നുള്ള ഉറപ്പ്. ഇവിടെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതില്. ഇത് പഠിച്ചിട്ടൊന്നും ചെയ്യണ്ടല്ല. ഇതിൽ പഠിത്തമൊന്നുമില്ല. ഇത് പോകുന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. അപ്പോൾ ഞാനിത് എൻ്റെ മാന്യതയുടെ പേരിൽ പറഞ്ഞിട്ട് 1 കോടി രൂപയുടെ പേരിൽ ഉണ്ട്. അത് കാരണം നിങ്ങളുടെ പൈസ നിങ്ങളുടെ സ്വാതന്ത്ര്യം, ആ റെസ്പെക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതാ. പക്ഷേ എന്നോട് ചോദിക്കണം, നിങ്ങൾ എൻ്റെ വീട്ടിലത്തെ ആളാണ്, ഞാനാണ് പൈസയുടെ കൺട്രോൾ എന്നുണ്ടെങ്കിൽ നോ. ഇത് അൾട്ടിമേറ്റ്ലി നമുക്ക് ഇതിന്റെ ആൻസർ നോ എന്നെത്താം. അല്ല, ഇതെന്നറിയോ, ഈ നിങ്ങൾ പറഞ്ഞ പോലെ മനുഷ്യന് പണത്തോടുള്ള ഒരു ആർത്തിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്യുന്നത്. ആർത്തിയും ഗതികേടും ഉണ്ട്. ഇപ്പോൾ കുറേ കടം ഉള്ളൊരുത്തരുണ്ട്, അപ്പോൾ അവന് കടം വീട്ടണം. അപ്പോൾ അവൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും 1 കോടി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ സാധനം സത്യമാവണമെങ്കിൽ 2,50,000 കിട്ടും വരും. അപ്പോൾ അവൻ വിചാരിക്കും എൻ്റെ കഷ്ടപ്പാട് മാറൂലെന്ന് വെച്ചിട്ട് ഇവൻ കൊണ്ടുപോയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ആർത്തി മാത്രം പറഞ്ഞാൽ പോരെ, ഇതിൽ ആൾക്കാരുടെ ഗതികേടും നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് പറയണത് 1 കോടി രൂപ ഉള്ളപ്പോഴേക്ക് 1 ലക്ഷം രൂപ പോട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തോ അല്ലേ? പക്ഷെ നിഖിൽ പറഞ്ഞ ശരിയാണ്, നിങ്ങൾക്ക് ഒരാളെ നിർബന്ധിക്കാൻ പറ്റില്ല, കൊടുക്കല്ലേ. ഇത് എന്തായാലും നിങ്ങളുടെ ഇതനുസരിച്ച് ഇത് പൊട്ടുന്നൊരു വരും. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടും ശരിയാകുന്നില്ല. ഇത് ലോജിക്ക് നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ 1 ലക്ഷം രൂപ നിങ്ങളുടെ ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും എല്ലാ ദിവസവും തരാൻ പറ്റും. നിങ്ങൾ എന്ത് ലാഭമുള്ള ബിസിനസ് ആയിരിക്കും. ശരിയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സന്തോഷം. നമ്മുടെ ഈ ഫിനാൻസ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നിഖിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിഖിലിൻ്റെ കോൺടാക്ട് നമ്പറും ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നമ്മുടെ ആളുകൾക്ക് ഫിനാൻഷ്യലായിട്ടായിട്ട് ചിലപ്പോൾ 10 കോടി കൊണ്ട് ചിലപ്പോൾ ഷെയർ മാർക്കറ്റിലേക്ക് ഇടും. എനിക്ക് കമ്മീഷൻ തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷം. നിഖിലും നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന നമ്മുടെ സുഹൃത്താണ്. ഞങ്ങൾ നല്ല ആത്മബന്ധത്തിലാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.